കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. എസ് വിനീഷ് വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കൊല്ലം ശക്തികുളങ്ങരയിലായിരുന്നു. അല്പസമയത്തിന് മുന്നേ ആയിരുന്നു ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായത്. ഇത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നർ മുറിക്കുന്നതിനിടയിലാണ് തീ പടർന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഇത് തെർമോകോൾ കവചത്തിലാണ് തീ പടർന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. വലിയ പുകപടലങ്ങളാണ് ഉയർന്നു വന്നത്. വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് വകവെച്ചു. കാരണം നാട്ടുകാർ വലിയ രീതിയിലുള്ളൊരു പേടിച്ചൊരു സാഹചര്യത്തിലേക്ക് എത്തി. എന്തായാലും ഫയർഫോഴ്സ് സമീപത്ത് തന്നെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായി. ഉടൻ തന്നെ തീ അണച്ച ഒരു ശ്രമത്തിലേക്ക് എത്തി. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക വകവെച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ ജാഗ്രതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. സമയോചിതമായ ഫയർഫോഴ്സിന്റെ ഇടപെടൽ ഉണ്ടായി വലിയ ആശ്വാസകരമായി തന്നെ മാറി. വലിയ രീതിയിലുള്ള നമുക്ക് ആശങ്കയ്ക്ക് വകവെക്കണ്ട. സമാധാനപരമായിട്ട് ഉള്ള ഒരു ഇതാണ് പ്രദേശവാസികളോട് അടക്കം ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വിനീഷ്, തുടക്കം മുതലേ ഇത്തരത്തിൽ കണ്ടെയ്നർ നീക്കം ചെയ്യുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന്. അത് മാത്രമല്ല, നാട്ടുകാർക്കടക്കം തീരദേശവാസികൾക്കടക്കം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ആ ജാഗ്രത ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? എന്താണ്? വലിയ കണ്ടെയ്നറുകളാണ്. ഇത് റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് നിൽക്കുന്നത്. അത് ഈ കണ്ടെയ്നറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് നീക്കിയതിനു ശേഷം മാത്രമാണ് റോഡ് മാർഗം ഇത് തുറമുഖത്തിലേക്ക് എത്തിക്കേണ്ടത്. അത്തരത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് മുറിച്ചത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് മുറിച്ചത്. ഉടൻ തന്നെ വലിയ നമുക്കറിയാം, കടൽ ഉൾപ്പെടെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമായതുകൊണ്ട് വലിയ രീതിയിലുള്ള കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീരത്തേക്ക് അടിച്ച വലിയ കാറ്റാണ് പെട്ടെന്ന് തീ പടരാൻ കാരണമെന്നാണ് അറിയുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ടറുകൾ നീക്കം ചെയ്ത സമയത്ത് തീ പടരുകയായിരുന്നു. ഇത് തെർമോകോൾ കവചത്തിലേക്ക് തീ പടർന്നു. വലിയ രീതിയിൽ ആളിപ്പടർന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. അങ്ങനെയാണ് വലിയ രീതിയിൽ തീ ഉണ്ടായത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സും സമയോചിതമായ ഇടപെടലുണ്ട്. കാരണം ഫയർഫോഴ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും കൂടി തന്നെയായിരുന്നു ഈ മുറിക്കുന്ന നടപടിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് എന്തായാലും വ്യക്തമാണ്, കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീ പിടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.